മറ്റുള്ളവർ നമുക്കെതിൽ സിഹിർ ചെയ്താൽ സിഹിർ നമുക്ക് ബാധിക്കാൻ കാരണം എന്താ? നമ്മൾ അള്ളാഹിനെ പേടിച്ച് ജീവിക്കാത്ത സന്ദർഭത്തിൽ. ദുർബല വിശ്വാസിയായിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാവൂലേ? നമ്മുടെ വിശ്വാസി ചിലപ്പോൾ ദുർബലത ബാധിക്കാറില്ലേ? അപ്പൊ നമ്മൾ ദുആ ദിക്റുകൾ പതിവാക്കണം, ജമാഅത്തായ നമസ്കാരം പതിവാക്കണം, ഹറാമായ വസ്തുക്കൾ തിന്നാതിരിക്കണം, മ്യൂസിക് ഒഴിവാക്കണം, ചിത്രങ്ങളും ഫോട്ടോകളും രൂപങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ ശൈത്താനെ നമ്മൾ ഉപദ്രവിക്കാൻ കഴിയില്ല, സിഹിർ നമ്മളെ ബാധിക്കൂല. പക്ഷെ ഇതിലൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് ഗഫ്ലത്ത് ഉണ്ടായാൽ ആ സന്ദർഭത്തിൽ നമുക്കും ബാധിക്കാം. സിഹിർ ചെയ്യാൻ ഏതായിരുന്നാലും പാടില്ല. അത് ഹറാമാണ്, മഹാപാപമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരെ മറിച്ച് ചെയ്താ ഫലിക്കോ ഏതുപോലെ ഷിർക്ക് മഹാപാപമാണ്, ഖത്ലുൻ നഫ്സ് മഹാപാപമാണ് എന്ന ഷിർക്ക് എന്ന് പറഞ്ഞിട്ടൊന്നില്ലേ? ഉണ്ട്. ഒരാൾ വേറൊരാളെ കൊന്നാ കൊല്ലപ്പെട്ടോ മരിച്ചു പോകൂലേ? മരിച്ചു പോകും. അതേപോലെ സിഹിർ ഹറാമാണ്, ചെയ്ത ബാധിക്കോ? ബാധിക്കും എന്ന് തന്നെയാണ് ഹദീസിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിനെ നിഷേധിക്കല് ഹദീസിനെ നിഷേധിക്കലാണ്. അതിനെ നിഷേധിക്കല് ഹദീസിനെ നിഷേധിക്കലാണ്. അതിനെ നിഷേധിക്കല് ഹദീസിനെ നിഷേധിക്കലാണ്. ഒരാള് സിഹിർ ചെയ്യാൻ പാടില്ല, ശിർക്കാണ്, അത് ഗുരുതരമായ തിന്മയാണ്. പക്ഷെ ഏതെങ്കിലും ശത്രുക്കൾ പ്രവർത്തിച്ചാൽ ചെറിയ രൂപത്തിലെങ്കിലും അതിന്റെ സ്വാധീനം ഉണ്ടാകാം, ചില വലിയ രൂപത്തിലുള്ള ചില മരണം വരെ ഉണ്ടാവാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിർ ബാധിച്ചു. അത്തരം സാഹിറുകളുടെ പ്രവർത്തനം അത് ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നൊരു കരകയറാൻ നമ്മൾ അള്ളാന്റെ ആദർശപ്രകാരം ജീവിക്കുക, കൃത്യമായി ഇബാദത്തുകൾ നിർവഹിക്കുക, അതേപോലെ പ്രാർത്ഥനകൾ അത് തുടർന്നു പോരുക. ഇനി പ്രവർത്തനങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. നമുക്ക് ഉൾക്കൊള്ളാത്തതുകൊണ്ട് തള്ളുന്നവർ തള്ളിക്കോട്ടെ, പക്ഷേ പ്രവാചകന് വരെ സിഹിർ ബാധിച്ചു. പക്ഷേ സിഹിർ കൊണ്ട് പ്രവാചകന്റെ ബുദ്ധിയെ നശിപ്പിക്കാൻ ആണ് ജൂത സ്ത്രീകൾ ഉദ്ദേശിച്ചത്. ലബീദ് ബിൻ അഴ്സമാണ് അവർക്ക് വേണ്ടിയിട്ട്, ആ മന്ത്രവാദികൾക്ക് വേണ്ടിയിട്ട് മന്ത്രവാദം നടത്തിയത്. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അത് നടത്തിയ സ്ത്രീകൾ പറഞ്ഞത്, ഇവനൊരു കള്ളപ്രവാചകനാണെങ്കിൽ നമ്മുടെ സിഹറോടുകൂടി അവൻ തീരും, സത്യപ്രവാചകനാണെങ്കിൽ അവന്റെ ബുദ്ധി മറഞ്ഞു പോവുകയില്ല. കണ്ടോ, ബുദ്ധി എന്തു ഫലിക്കണമെന്നത് അള്ളാഹു അനുവദിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഒന്ന്, സിഹിർ നടത്തിയോണ്ട് നടക്കൂല. കാരണം തിരിച്ചിങ്ങോട്ടും സിഹിറിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ടാവുമല്ലോ, അതും ശൈത്താനെ കൊണ്ട് തന്നെ ചെയ്യാം. അപ്പൊ രക്ഷപ്പെടാനും പറ്റിയെന്ന് വരും. പിന്നെ അള്ളാഹിന്റെ കാവലുണ്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരും. അള്ളാഹുവിന്റെ റസൂലിന് ഒരിക്കലും ഇങ്ങനെ ഒരു ചെറിയ സംശയം, എന്തപ്പത് ഇന്നലെ ഇപ്പൊ ഏത് ഭാര്യന്റെ അടുത്ത് പോയി, നാളെ എവിടെ പോകേണ്ടത്? നബിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, എന്തോ ഒരു ഓർമ്മപ്പശക്ക് പറ്റിയതുപോലെ നബിക്ക് തോന്നി. അള്ളാഹു വഹീയിലൂടെ അറിയിച്ചു കൊടുത്തു, ഏതോ ഒരു ജൂതൻ, ബുഖാരിലെ ഹദീസാണ്, ഉപദ്രവിക്കാൻ വേണ്ടി ഒരു കിണറ്റിക്കൊണ്ടുപോയി എന്തോ മാട്ടുമാരണം നടത്തിയിരിക്കുക. അപ്പോൾ സഹോദരങ്ങളെ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഇതുകൊണ്ട് വന്നേക്കാം, പക്ഷെ ചെയ്യാൻ പാടില്ല. സിഹിർ ചെയ്യുന്നവർ ഉണ്ടാക്കുന്ന ദുർമന്ത്രങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ എന്നാണ് സൂറത്തുൽ ഫലക്കിലൂടെ നമ്മൾ അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്. നല്ല വിശ്വാസിയായി സംശുദ്ധനായി ദിക്റോടും പ്രാർത്ഥനയോടും ജീവിക്കുന്ന ഒരാളെയും പിശാചിന് യാതൊന്നും ചെയ്യാൻ പറ്റൂല. ഏത് ആൾക്കും സിഹിർ ബാധിക്കാം അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ. അത് സിഹിർ ബാധന്റെ ശരീരത്തിൽ ബുദ്ധിയിൽ ഒക്കെ അതിന് ബലമുണ്ടാകും. രോഗമുണ്ടാക്കുന്ന സിഹിറുകളുണ്ട്, ഭാര്യഭർത്തന്മാരെ വേർപെടുത്തുന്ന സിഹിറുകളുണ്ട്, അതുപോലെ തന്നെ കൊല്ലാനുള്ള സിഹിറുണ്ട്, ഇണക്കാനുള്ള സിഹിറുണ്ട്, അങ്ങനെ പല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്താ